ജയേട്ടൻ എന്താണ് അങ്ങനെ തോന്നിയത് ഇങ്ങനൊരു ഷോ? എനിക്ക് എന്താണെന്ന് അറിയില്ല, അന്നത്തെ ദിവസം ഓഡിയൻസും എന്താ പെട്ടെന്ന് എനിക്ക് എന്താ ഇൻസ്പിറേഷൻ അതിൻ്റെ. അല്ലാതെ ഒരു ഷോയ്ക്കും ചേട്ടൻ 27 പാട്ട് പാടിയിട്ടില്ല. എനിക്ക് അറിയാൻ പാടില്ല എന്താ എൻ്റെ അതിൽ കാവ്യപുസ്തകമല്ലോ എന്നുള്ള പാട്ട് ഞങ്ങൾ വെറുതെ രണ്ടുപേര് പാടിയിട്ട് പോയാൽ മതി. ടഫ് സോങ്. അതിന്റെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേര് പറയും. അതായത് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പാട്ടുകൾ പറയും. ഈ തൊട്ടേനെ ഞാൻ, അല്ലെങ്കിൽ ഹൃദയേശ്വരി നിൻ, പൂവം പ്രസാദവും, ഇന്ദുമുഖി, ഈ പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല്ലവി എന്ന് പറയും. പല്ലവി എന്ന് പറയുമ്പോൾ ജയേട്ടൻ അതിന്ന് പഠിക്കുകയാണ്. നീല കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലയ്ക്കുള്ളിൽ വിടർന്ന് പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാട്ട് നിർത്തി, നമ്മൾ മെയിൻ സോങ്ങിലേക്ക് വരുമ്പോൾ ജയേട്ടൻ പിന്നെ തുടരാണ് അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഫുള്ള് പാടി അങ്ങനെ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇപ്പൊ MS വിശ്വനാഥ് എന്ന് പറയുമ്പോൾ രാജീവ നയനേ നീയുറങ്ങൂ തിരുവാഭരണം ഇങ്ങനെ പറഞ്ഞു പോയി നമ്മൾ എന്ത് ചെയ്യും, സുപ്രഭാതം പാടിക്കാനാണ്. അപ്പൊ ജയേട്ടനോട് തിരുവാഭരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ തിരുവാഭരണം ഇരുന്ന് പാടുകയാണ്. കാവ്യപുസ്തകത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ജയേട്ടൻ്റെ ഈ കവിത അതായത് പരിപൂർണമായി കവിത എന്ന് പറഞ്ഞ കുറെ പാട്ടുകളുണ്ട്. അതാണ് എനിക്കൊക്കെ ജയേട്ടനുള്ള കൂടുതൽ സ്നേഹം. ഇപ്പോൾ യേശുദാസ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഗായകൻ ഇവിടെ നിൽക്കുമ്പോഴും ഈ കവിത നിറഞ്ഞ പാട്ടുകളുടെ ഒരു ആത്മാവ് കൂടുതൽ എനിക്ക് പകർന്നു തന്നിട്ടുള്ള ജയേട്ടൻ്റെ പാട്ടുകളാണ്. ഹർഷബാഷ്പം അത് നീലാംബരി രാഗത്തിന്റെ. ഇതല്ല ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നീലക്കണ്ണുകളോ കാവ്യപുസ്തകം, അതുപോലെ വേറൊന്നുണ്ട് രാഘവ മാസ്റ്റർ ഈ അസുരഭിത്തിലെ ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയോരൻ ഗാന സാമ്രാജ്യത്തിൻ്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി വീണ്ടും എന്നാദത്തിൻ്റെ ശക്തിയാലി സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്കാശയില്ലെന്നാകിലും ഞാനൊരു പരദേശിയായിട്ടി സ്വർഗത്തിൻ്റെ കോണിലൊരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ. ഇതാണ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഗായകൻ. രണ്ടാമത് തിരിച്ചുവരവ് നടത്തിയാലും ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഗായകൻ ഇതാണ്. വീണ്ടുമെൻ നാദത്തിന്റെ ശക്തിയാൽ ഈ സാമ്രാജ്യം എനിക്ക് വീണ്ടെടുക്കണമെന്നൊന്നുമില്ല, ഞാനൊരു പരദേശിയായിട്ട് ഈ പാട്ടിന്റെ അരയാലിൻ ചുവട്ടിലിരുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ജയചന്ദ്രൻ. പിന്നെ ഞാനും ജയേട്ടനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തെ പരിചയമാണ്. ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ നിൻമണിയറയിലെ പാടും. നിൻമണിയറയിൽ, അത് പിന്നെ റംസാനിലെ ചന്ദ്രികയോ, ഇതൊക്കെ എൻ്റെ നമ്പറുകളാണ്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന പെർഫോമൻസിൻ്റെ ചില കൂത്തിൻ്റെയും ഒക്കെ ചില സംഗതി കണ്ടിട്ടാണ് ജയേട്ടനോട് നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിചയപ്പെടുന്നത്. പിന്നെ എനിക്കും ജയേട്ടനും തമ്മിലുള്ള ഒരു മാനസിക, ഞാൻ ജയേട്ടൻ്റെ ആരാധകനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജയേട്ടൻ്റെ സുഹൃത്താവാൻ ഒരിക്കലും സാധ്യതയില്ല. പക്ഷേ എനിക്ക് ആരൊക്കെയോ ആണ് ജയേട്ടൻ. ആരാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് ആരൊക്കെയോ ആണ്. കാരണം അതായത് ഈ ജയേട്ടൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ചില സമാനതകൾ എനിക്കുള്ളതുകൊണ്ടായിരിക്കാം. സുശീലാമ്മയുടെ പാട്ടിനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവേശം എനിക്കുണ്ട്. അതുപോലെ തന്നെ ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകളുള്ള അദ്ദേഹത്തിനുള്ള ആവേശം എനിക്കുണ്ട്. ദേവരാജൻ മാസ്റ്ററാണ് ജയേട്ടനെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ജയേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഭാരതപ്പുഴ. ആ ഭാരതപ്പുഴ എനിക്കും ഇഷ്ടമാണ്. ഞങ്ങളവിടെ മണലിലൊക്കെ പോയി രാത്രി കിടക്കും. അവിടെ കിടന്നിട്ടാണ് കാവ്യപുസ്തകം പാടുക. അതുപോലെ MT വാസുദേവൻ ലിറ്ററേച്ചർ ജയേട്ടന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ജയേട്ടന് ഇഷ്ടമുള്ള പല കറികളും എനിക്കിഷ്ടമാണ്. ജയേട്ടന് ഇഷ്ടപ്പെടുന്ന ഉത്സവങ്ങൾ എനിക്കിഷ്ടമാണ്. ഒരാൾ ജയരാജാണ്, ഒരാൾ ജയചന്ദ്രൻ. അതെ, ഒന്ന് വൻ ചന്ദ്രനായി പോയി, ഇത് ചെറുതായി പോയി എന്നുള്ളൂ. പിന്നെ ജയരാജനും ജയേന്ദ്രന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, ജയേന്ദ്രൻ ചേട്ടനും ജയേന്ദ്രന്റെ പാട്ടുകൾ വലിയ ഇഷ്ടം. അതെ അതെ അതെ, അങ്ങനെ ഒരു സമയം കൂടി ഉണ്ട്.